റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഏപ്രിൽ എത്തിയതോടെ ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആഘാതം സമ്മാനിച്ച് സകല മേഖലകളിലും സേവന ബില്ലുകളും നികുതികളും ഉയരും. സകല ബില്ലുകളും ഉയരുന്ന മാസം കൂടെയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം നികുതികളും ഉയരുമെന്നും മുന്നറിയിപ്പ്. ഇക്കുറി എനർജി ബിൽ മുതൽ വെള്ളം, കാർ ടാക്സ്, TV ലൈസൻസ് എന്നുവേണ്ട ബില്ലുകൾക്കൊപ്പം ഗവൺമെന്റിന്റെ വക നികുതികളും വർദ്ധിപ്പിക്കുന്നതിന്റെ തിരിച്ചടിയാണ് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക. പല ചെലവുകൾ ഒരേ സമയം ഉയരുന്നതിനാൽ ഏപ്രിൽ മാസത്തിലെ ഈ തിരിച്ചടി വലിയ ആഘാതമാണ് എന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ചില വർധനവുകൾ പരിമിതപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി. എനർജി ബില്ലുകളിൽ ഒരു പിടി വേണമെന്ന് ലിബറൽ ഡെമോക്രാറ്റുകൾ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. എനർജി റെഗുലേറ്ററായ ഓഫ്ജം പ്രഖ്യാപിച്ച പ്രൈസ് ക്യാപ് വർധന ചൊവ്വാഴ്ച നിലവിൽ വന്നതോടെ 6.4% അഥവാ 111 പൗണ്ട് വ്യത്യാസമാണ് എനർജി ബില്ലുകളിൽ നേരിടുക. ഇത് ശരാശരി സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫ് 1849 പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കും. ഇതിനു പുറമെ വാട്ടർ ബില്ലുകളിൽ റെക്കോർഡ് വർധനവും ഇക്കുറി നേരിടുന്നുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ശരാശരി 26% വർധനവാണ് നേരിടേണ്ടത്. ഇതോടെ വാർഷിക ബില്ലുകൾ 480 പൗണ്ടിൽ നിന്നും 603 പൗണ്ടിലേക്ക് കുതിച്ചു ചാടും. മലയാളി സമൂഹത്തിന് വേദനയായി മാഞ്ചസ്റ്റർ വിതിൻ ഷോ മലയാളി ജെബിൻ സെബാസ്റ്റ്യന് അപ്രതീക്ഷിത വേർപാട്. 40 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഉടൻ തന്നെ വിതിൻ ഷോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിതിൻ ഷോ ഹോസ്പിറ്റലിൽ തിയേറ്റർ നേഴ്സായി ജോലി ചെയ്തിരുന്ന ജെബിൻ 4 വർഷം മുൻപാണ് UK-ലെത്തിയത്. ഭാര്യ അൽഫോൻസ ഇവിടെ കെയററും ആയിരുന്നു. 3 മക്കളാണ് ഇവർക്ക്. മൂത്ത മകൾ ഡെൽനയ്ക്ക് 10 വയസ്സും രണ്ടാമത്തെ മകൻ സാവിയയ്ക്ക് 3.5 വയസ്സും ഇളയ മകൾ സാറയ്ക്ക് വെറും 7 വയസ്സുമാണ് പ്രായം. അൽഫോൻസ മെറ്റർണിറ്റി ലീവിലായിരുന്നതിനാൽ ജോലിക്ക് പോയിരുന്നില്ല. നാട്ടിൽ കോട്ടയം കുറവിലങ്ങാട് കാപ്പംതല സ്വദേശിയാണ് ഇദ്ദേഹം. ആശുപത്രിയിലുള്ള ജെബിന്റെ മൃതദേഹം ഉടൻ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും. ജെബിന്റെ മരണവിവരമറിഞ്ഞ ഫാദർ ജോസ് കുന്നുംപുറം അടക്കമുള്ള മലയാളി സമൂഹം എല്ലാവിധ സഹായങ്ങളുമായി ആശുപത്രിയിൽ ഉണ്ട്. മടക്കി സൂക്ഷിക്കാൻ കഴിയാത്ത ഇലക്ട്രോണിക് ബൈക്കുകൾക്ക് ലണ്ടൻ ട്യൂബിൽ നിരോധനം. സുരക്ഷാ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടന്റെ ഈ തീരുമാനം. ഓവർഗ്രൗണ്ട്, എലിസബത്ത് ലൈൻ, DLR എന്നീ ലൈനുകളിലാണ് ആദ്യഘട്ട നിരോധനം. ഭാവിയിൽ മറ്റ് ലൈനുകളിലേക്കും ഈ നിരോധനം വ്യാപിപ്പിക്കുമെന്നാണ് ആലോചന. നോർത്ത് വെസ്റ്റ് ലണ്ടനിലെ റൈനേഴ്സ് ലൈൻ ട്യൂബ് സ്റ്റേഷനിലും സർട്ടൺ സ്റ്റേഷനിലും 2 ആഴ്ച മുൻപ് ഇലക്ട്രോണിക് ബൈക്കിന് തീപിടിച്ചുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിയന്ത്രണം. സമാനമായ 40 അപകടങ്ങളാണ് ഒരു വർഷത്തിനിടെ ഇലക്ട്രോണിക് ബൈക്ക് മൂലം ലണ്ടൻ നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ പരിഗണിച്ച് ഈ ബൈക്കുകൾ ട്രെയിനിൽ കയറ്റുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ യൂണിയൻ രംഗത്ത് എത്തിയിരുന്നു. തുടർന്ന് FL നടത്തിയ റിസ്ക് അസസ്മെന്റിനെ തുടർന്നാണ് സുരക്ഷിതമായി മടക്കി സൂക്ഷിക്കാൻ കഴിയാത്ത ഈ ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായത്. മടക്കാൻ കഴിയാത്ത ബൈക്കുകൾ എസ്കേപ്പ് റൂട്ടുകൾ തടസ്സം സൃഷ്ടിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. വില കുറഞ്ഞ ബാറ്ററിയുടെ ഉപയോഗം, കൃത്യമായ ചാർജറുകൾ ഉപയോഗിക്കാത്തത്, രൂപകൽപ്പനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ബാറ്ററി തണുക്കാതെ വീണ്ടും ചാർജ് ചെയ്യുന്നത്, ബാറ്ററി മുഴുവൻ ചാർജായിട്ടും ചാർജർ നീക്കം ചെയ്യാതിരിക്കുന്നത് തുടങ്ങിയവയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇനി നാട്ടിലെ വാർത്തകൾ. CPM പാർട്ടി കോൺഗ്രസിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതോടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായി മാറി മധുര. മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന മധുരയിലെ മാരിറ്റ് ഹോട്ടൽ ഇനി വരുന്ന 5 ദിവസം മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് കൂടിയായി പ്രവർത്തിക്കും. KN ബാലഗോപാൽ, P രാജീവ്, VN വാസവൻ, PA മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, V ശിവൻകുട്ടി, OR കേളു, R ബിന്ദു, MP രാജേഷ്, വീണ ജോർജ് എന്നിവരാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി മധുരയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. CPM മന്ത്രിമാരിൽ V അബ്ദുറഹ്മാൻ ഒഴികെ എല്ലാവരും പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളായി എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായ അബ്ദുറഹ്മാനെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി ആക്കിയില്ല. മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഇതേ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മധുര നഗരത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടലായ മാരിയറ്റിലാണ് മുഖ്യമന്ത്രിക്ക് സംഘാടകർ താമസം ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ അതിഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹോട്ടലിൽ എത്തിച്ചേർന്നപ്പോൾ തമിഴ്നാട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. KSRTC ജീവനക്കാർക്ക് ആശ്വാസമായി 1-ാം തീയതി ശമ്പളം എത്തി തുടങ്ങി. മാർച്ച് മാസത്തിലെ ശമ്പളം ഒറ്റത്തവണയായിട്ടാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ ദിവസം തന്നെ ശമ്പള ഇനത്തിൽ 80 കോടി രൂപ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയെന്ന് KSRTC അറിയിച്ചു. ഓവർ ഡ്രാഫ്റ്റ് എടുത്തായിരുന്നു ശമ്പള വിതരണം. സർക്കാർ സഹായം കിട്ടുന്നതോടെ ഇതിൽ 50 കോടി തിരിച്ചടയ്ക്കുമെന്ന് KSRTC അറിയിച്ചു. 2020 ഡിസംബറിലാണ് KSRTCയിൽ ഇതിനു മുൻപ് 1-ാം തീയതി മുഴുവൻ ശമ്പളവും കൊടുത്തത്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ ഏപ്രിൽ 10 വരെ പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥ തലത്തിലുള്ള സേവനങ്ങൾ തടസ്സപ്പെടും. പഞ്ചായത്തുകളിലെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പൊതുജന കേന്ദ്രീകൃതമാക്കുന്നതിനും നടപ്പാക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ സംവിധാനമായ K-സ്മാർട്ട് വിന്യാസത്തിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് തടസ്സം നേരിടേണ്ടി വരിക.
KLGMS, സേവന, സഞ്ജയ, സകർമ്മ, സുലേഖ എന്നിങ്ങനെ വിവിധ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയായിരുന്നു പഞ്ചായത്ത് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത്. ഈ സംവിധാനം ഒഴിവാക്കി നടപ്പാക്കുന്ന ഏകീകൃത സോഫ്റ്റ്വെയറാണ് K-സ്മാർട്ട്. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 1 വർഷം മുൻപ് K-സ്മാർട്ട് നടപ്പാക്കിയിരുന്നു. അപ്പോഴുണ്ടായ പോരായ്മകൾ പരിഹരിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും പുതിയ സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നത്. ഏറെ നാളത്തെ തമ്മിൽ തല്ലിനും വെല്ലുവിളിക്കുമൊടുവിൽ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയ തീരുമാനം അറിയിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇതോടുകൂടി കഴിഞ്ഞ കുറെ നാളുകളായി VD സതീശനും സുധാകരനും തമ്മിൽ കോൺഗ്രസിനകത്ത് നടന്ന തമ്മിൽ തല്ലിന് ഒരു അവസാനമായെന്ന് വേണം പറയാൻ. സതീശനും സുധാകരനും തമ്മിലുള്ള പോർവിളികൾ മുറുകിയപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് എല്ലാവർക്കുമായി ഡൽഹിയിൽ മീറ്റിംഗ് വെച്ചിരുന്നു. ആ മീറ്റിംഗിന് ശേഷം പരസ്യമായുള്ള ഏറ്റുമുട്ടലുകൾ ഒരു പരിധിവരെ കുറഞ്ഞെന്ന് വേണം പറയാൻ. ഡൽഹിയിലെ ആ മീറ്റിംഗിൽ വേണ്ടത് പരിഹരിക്കാമെന്ന ഹൈക്കമാൻഡിന്റെ ഉറപ്പ് കാരണമാണ് പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാവാത്തതെന്നായിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ നടന്ന പറച്ചിലുകൾ. ഇനി സ്പോർട്സ് വാർത്തകൾ. ജർമ്മൻ കപ്പ് സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബയർ ലെവർകൂസനെതിരെ അർമീനിയ ബീലെഫെൽഡ് 2-1 എന്ന സ്കോറിന് തകർപ്പൻ വിജയം നേടി. ജൊനാഥൻ താഹിലൂടെ തുടക്കത്തിൽ തന്നെ ലീഡ് നേടിയെങ്കിലും മാരിയസ് വോർഗർ ലെവർകൂസനെ പെട്ടെന്ന് തന്നെ സമനിലയിൽ എത്തിച്ചു. മാക്സിമിലിയൻ ഗ്രോസർ ആദ്യ പകുതിയിലെ സ്റ്റോപ്പേജ് സമയത്ത് വിജയം ഉറപ്പിച്ച 2ാം ഗോൾ കരസ്ഥമാക്കി. ഇപ്പോൾ 4 ബുണ്ടസ്ലീഗ ടീമുകളെ പുറത്താക്കിയ ബീലെഫെൽഡ് ഫൈനലിനെത്തുന്ന 4ാമത്തെ 3ാം ഡിവിഷൻ ടീമായി മാറി. അവിടെ അവർ RB ലിപ്സിഗിനെയോ സ്റ്റഡ്ഗാർട്ടിനെയോ നേരിടും. അവർ വിജയിച്ചാൽ അടുത്ത സീസണിൽ അവർ യൂറോപ്പ ലീഗ് സ്ഥാനം ഉറപ്പിക്കും. ലയണൽ മെസ്സിയുടെ സ്വകാര്യ അംഗരക്ഷകനായ യാസിൻ ചൂക്കോയെ ഇന്റർ മയാമി മത്സരങ്ങൾക്കിടെ ടച്ച് ലൈനിൽ വന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കി. മേജർ ലീഗ് സോക്കർ മത്സരങ്ങളിലെ സുരക്ഷയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ലീഗ് അധികൃതർ തന്നെ തീരുമാനിച്ചു. മെസ്സിയുടെ ബോഡിഗാർഡിന് ഇനി ലോക്കർ റൂമിലും മിക്സഡ് സോണിലും മാത്രമേ മെസ്സി അനുഗമിക്കാൻ ആവുകയുള്ളൂ. മുൻ നേവി ഉദ്യോഗസ്ഥനായിരുന്ന ചൂക്കോ മെസ്സിയെ ഗ്രൗണ്ടിൽ സംരക്ഷിക്കുന്നതിലൂടെ അവസാന വർഷങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അർജന്റീനിയൻ താരത്തെ സമീപിക്കാൻ ശ്രമിക്കുന്ന പിച്ച് കയ്യേറുന്നവരെ പലപ്പോഴും തടയാൻ അദ്ദേഹത്തിനായി. യൂറോപ്പിലെ തന്റെ അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ US-ലെ പിച്ച് അധിനിവേശങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ലീഗിന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.55 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.